ഹായ് ഗൈസ്, വെൽക്കം ടു ഡേ 26. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് കാഴ്ചകൾ കാണിച്ച് കൊതിപ്പിക്കാൻ പോവാണ് ഗൈസ്. ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോബിറ്റ് ഹോമിലേക്ക് പോകാം. കണ്ടില്ലേ ഇതിന്റെ കോലം? ആകെ പൊടി പിടിച്ച് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അത്ര വൃത്തിയൊന്നുമില്ലാത്തൊരു സ്ഥലം അല്ലേ? പക്ഷെ ഗൈസ്, ഈ കട ഇതൊരു അത്ഭുതമാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ കടയ്ക്ക് ഒരു പേര് പോലും ഇല്ല എന്നുള്ളതാണ്. ഞാനൊരു 7 വർഷം മുന്നേ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരനാണ് ഈ കട പരിചയപ്പെടുത്തി തന്നത്. അന്ന് ഈ കട പുറത്തുനിന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അതേ അനുഭവമായിരിക്കും നിങ്ങൾക്കും ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഈ കടയുടെ അകത്ത് കയറിയാലുണ്ടല്ലോ, സത്യത്തിൽ ഇതൊരു ഹോബിറ്റ് ഹോം പോലെ തന്നെയാണ്. അകത്ത് കയറി കഴിഞ്ഞാൽ അതൊരു വേറെ ലോകം തന്നെയാണ് കേട്ടോ. ചോറിനൊപ്പം ബീഫ്, മീൻകറി, പോർക്ക്, ചിക്കൻ ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എല്ലാ കടയിലും ഉള്ളതല്ലേന്ന്. പക്ഷെ ഇവിടെ വിളമ്പുന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ആ വിളമ്പല് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും. വയറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. കണ്ടില്ലേ, ആ ബീഫ് കറി ഒഴിച്ചപ്പോൾ തന്നെ ചോറ് കാണാനില്ല. അത്രയ്ക്കും ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ബീഫ് കറി വരുന്നത്. പിന്നെ അസാധ്യ ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ബീഫ് കറിയാണ് പറഞ്ഞത്. പക്ഷെ സത്യം പറഞ്ഞാൽ അപ്പുറത്തുള്ള ഒരു ചിക്കനും പോർക്കെല്ലാം വാങ്ങുന്നത് കാണുമ്പോൾ കുറച്ച് ഇതിൽ ഒഴുക്കി ചേട്ടാ എന്ന് പറയാൻ വരെ തോന്നി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ കറി കൊണ്ടുവരുന്ന ആ സ്റ്റൈല്. ആ പാത്രം നിറഞ്ഞ് തുളുമ്പി വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിക്കാൻ തോന്നും. ഇപ്പോൾ പല കടകളിലും കിട്ടാതായ നമ്മുടെ മാങ്ങച്ചാറ് അതും ഈ കടയിലുണ്ട് കേട്ടോ. കൂടെ ആ ഇരുമ്പമ്പുളി കഷ്ണങ്ങളും കൂടി കിട്ടുമ്പോൾ സ്വർഗം ഗൈസ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കണ്ടില്ലേ ഈ കടയുടെ അടിവശം കണ്ടോ? അത്ര നിരപ്പത്തൊന്നുമല്ല. അപ്പോൾ അവര് മേലത്തെ ബെഞ്ച്, താഴത്തെ ബെഞ്ച് എന്നെല്ലാം പറഞ്ഞ് ഡിവിഷനും ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്തൊക്കെയാണല്ലേ. അപ്പൊ കടയുടെ ലൊക്കേഷൻ വരുന്നത് കൊരട്ടി വ്യാപാര ഭവന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. ദേ ഇവിടെ നോക്കിയാൽ നമ്മുടെ ലത്തീംപള്ളിയും കാണാട്ടോ. പറഞ്ഞു വരുമ്പോ നമ്മുടെ ലത്തീംപള്ളിയുടെ ഓപ്പോസിറ്റ് എന്നും പറയാം. ഈ വഴി പോകുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആദ്യമൊക്കെ ഗൂഗിൾ പേ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഗൂഗിൾ പേയും അക്സെപ്റ്റബിൾ ആണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ചാലക്കുടി പാലൊക്കെ കടന്ന് മുന്നോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഒരു ഫേവറേറ്റ് ജ്യൂസ് സ്പോട്ടും കൂടി ഉണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. അതേന്ന് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലുള്ള നമ്മുടെ അവക്കാട ഷേക്ക് ഒക്കെ കിട്ടുന്ന കട നമ്മുടെ DTDC കൊറിയർ ഓഫീസിന്റെ തൊട്ടടുത്തായതുകൊണ്ട് വല്ലപ്പോഴും കൊറിയറൊക്കെ അയക്കാൻ വരുമ്പോ ഓരോ അവക്കാട ഷേക്ക് നമ്മൾ അകത്താക്കാറുണ്ട് കേട്ടോ. എന്താലേ പണ്ട് ഈ സാധനമൊക്കെ ടിവിയിലെ കാണാറുള്ളൂ. പിന്നെ മാളുകളിൽ പോകുമ്പോൾ അവിടെയും കണ്ടു തുടങ്ങി. ദേ ഇപ്പൊ നമ്മുടെ ചാലക്കുടിയിലും വന്നു തുടങ്ങി. അതും ഷെയ്ക്കായിട്ടും ജ്യൂസായിട്ടും ഒക്കെ. നമ്മുടെ നാടും പുരോഗമിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഗൈസ്. ബാക്കി നാളെ പറയാം.